അല്ല, പത്തനംതിട്ട നടന്നുകൊണ്ടിരിക്കുന്നു. 11-ാം തീയതി 4 മണിക്ക് പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ കോട്ടയത്ത് നടക്കുകയാണ്. തിരുവനന്തപുരം എല്ലാ പ്രവർത്തനങ്ങളും ശക്തമായി നടക്കുന്നുണ്ട്. ഇല്ല, അത് ഉടനെ ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കും. ഓക്കെ. 11-ാം തീയതി തിങ്കളാഴ്ച 4 മണിക്ക് കോട്ടയം തിരുനക്കര മൈതാനത്ത് UDFന്റെ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയാണ്. പാർട്ടി ചെയർമാൻ അക്കാര്യം അനൗൺസ് ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി. സതീശനാണ്. UDFന്റെ സ്വതന്ത്രരായ എല്ലാ നേതാക്കന്മാരും ഈ കൺവെൻഷനിൽ പങ്കെടുത്തതാണ്. സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവശ്യമായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള കൺവെൻഷനുകൾ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ ഇതെല്ലാം കൺവെൻഷൻ രൂപപ്പെടുന്നതായി. ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികളിറങ്ങി സാധാരണക്കാരുടെ, കർഷകരുടെ, ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കുവാൻ അതിശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കത്തക്കവണ്ണം ഉള്ള നടപടികളുണ്ടാകണം. ഒന്ന്, കാടുകളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കണം. തടയണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ ഭക്ഷ്യവസ്തുക്കളുണ്ടാകണം. ഇപ്പോഴും അക്കേഷ്യയും അതുപോലുള്ള ഭക്ഷ്യങ്ങളും നടന്നതിന് പകരം ഈറ്റയും മുളയും ആനയ്ക്ക് ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമുണ്ടാകും. ഫെൻസിങ് ഏർപ്പെടുത്തണം. ട്രെഞ്ചുകളുണ്ടാകും. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായാൽ കർഷകർക്ക് വലിയ തോതിൽ നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യങ്ങൾ വലിയ വീഴ്ചയാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിന് നടപടികൾ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. വിവിധ മേഖലകളിൽ, വയനാട് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ അക്രമങ്ങൾ, വന്യജീവികളുടെ അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിനുള്ള കർശനമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ആവശ്യമായ നിയമ ഭേദഗതികൾ ഉണ്ടാകണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.